നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഴയ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള സബ്ജക്റ്റുകളിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ കുട്ടികൾക്ക് തന്നെയുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തിയറി മാത്രമല്ല, നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. തിയറി നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അതുകൂടെ പറയുന്നുണ്ട്. പരമാവധി പ്രോബ്ലം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് വെറുതെ ക്യാഷ് കൊടുത്ത് പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ക്ലാസ്സുകളും സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററുകളിലെ ക്ലാസ്സുകളുണ്ട്. ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, കമൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. 2 മാർക്കാണ് വരുന്നത്. മാക്സിമം 25 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്താലും അതിലേറ്റവും നന്നായിട്ട് എഴുതിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു മാർക്ക് വെച്ചുകൊണ്ട് 25 മാർക്ക് വരെ പരമാവധി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നേടാൻ വേണ്ടി സാധിക്കും. നോക്കുക, വാട്ട് യു മീൻ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് പ്രീമിയത്തിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിൽ, ഒപ്പം തന്നെ പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ, അങ്ങനെ 3 തരത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. പാർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ്, അതിൻ്റെ ഒറിജിനൽ വിലയാണ്. അപ്പോൾ ഒറിജിനൽ വിലയേക്കാളും കൂടിയ വിലയ്ക്കാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രീമിയത്തിലാണ്. ഒറിജിനൽ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്കൗണ്ടിലാണ്, അല്ലേ? അപ്പോൾ 10 രൂപയാണ് അതിൻ്റെ ഒറിജിനൽ വില അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ നമ്മൾ 12 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ 2 രൂപ പ്രീമിയമാണ്, അല്ലേ? അപ്പോൾ അവിടെ പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ 10 രൂപ വിലയുള്ള ഷെയർ 8 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ടിലാണ്, അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ കമ്പനി ഇഷ്യൂസ് ഇറ്റ് ഷെയർസ് അറ്റ് എ പ്രീമിയം വെൻ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് സെൽസ് ദ ഷെയർസ് ഈസ് ഹയർ ദാൻ ദെയർ പാർ വാല്യൂ ഓർ ഫേസ് വാല്യൂ. ആ ഷെയറിൻ്റെ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ, അതായത് അതിൻ്റെ ഒറിജിനൽ വില, അതിനേക്കാളും ഹയർ ദാൻ ഉയർന്ന വിലയ്ക്കാണ് ആ ഷെയറുകൾ വിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ സാധാരണ എല്ലാ എക്സാമുകളിലും ചോദിക്കാറുള്ളതാണ്. നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസിൻ്റെയും കോൾസ് ഇൻ അരിയറിനും മാത്രമായിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിയറിയും ഒപ്പം തന്നെ ജേണൽ എൻട്രിയും എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് ആ 2 ക്ലാസ്സുകളും കണ്ട് പഠിച്ചു വയ്ക്കുക. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രീപേയ്മെൻറ്റ് ഓഫ് അൺകോൾഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ് ബൈ 1 or more ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമുക്കറിയാം, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോൾ, അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ്, പല സ്റ്റേജുകളായിട്ടാണ് അതിൻ്റെ പണം പിരിച്ചെടുക്കുന്നത്, അല്ലേ? കമ്പനി പിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൾ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് കോൾ ചെയ്തപ്പോൾ ഒരു പക്ഷേ സെക്കൻഡ് കോളിൻ്റെ പൈസയും കൂടി ഒരാൾ മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് കോൾ അൺകോൾഡ് ആണ്, വിളിച്ചിട്ടില്ല, ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുള്ളൂ. അതായത് ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറഞ്ഞുള്ളൂ, പക്ഷേ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റോടും മുൻകൂട്ടി അടയ്ക്കുന്നു, അല്ലേ? അതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് കോൾ ചെയ്തിട്ട് അത് അവർ അടച്ചില്ലെങ്കിലോ അതിനാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ കുടിശ്ശികയാവും. കോൾ ചെയ്തിട്ടും കിട്ടാത്ത എമൗണ്ടാണ് കോൾസ് ഇൻ അരിയർ. കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേരത്തെ അടയ്ക്കുന്ന എമൗണ്ടാണ് കോൾസ് ഇൻ അഡ്വാൻസ്, അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തത്, വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിങ് രീതിയാണ് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ഇതൊരു ബുക്ക് കീപ്പിംഗ് മെത്തേഡ് തന്നെയാണ് ഡബിൾ എൻട്രി പോലെ. ബട്ട് ഇറ്റ് റെക്കഗ്നൈസസ് ഓൺലി 1 സൈഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും, അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ദർ വിൽ ബി 2 ആസ്പെക്ട്സ്, അല്ലേ? 2 ആസ്പെക്റ്റുകളുണ്ടാവും, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, അല്ലേ? പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം, 1 സൈഡ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് ഈസി ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് അക്കൗണ്ടിങ് ചെയ്യാൻ അറിയാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിംഗിൾ എൻട്രിയൊക്കെ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുക.
രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യില്ല അല്ലേ. ഇത് റെക്കോർഡ്സ് യൂഷ്വലി അത് റെക്കോർഡ് ചെയ്യുന്നത് സാധാരണ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതി വയ്ക്കും. പിന്നെ പേഴ്സണൽ അക്കൗണ്ട്, അതായത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തികളും നമ്മൾ ആർക്കൊക്കെയാണ് ക്യാഷ് കൊടുക്കാനുള്ളത്, അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ്? ക്യാപിറ്റൽ റിസർവ് എന്താണെന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ റിസർവും പിന്നെ സാധാരണ റിസർവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ റിസർവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് റിസർവ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതായത് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രോഫിറ്റ് നീക്കി വയ്ക്കുന്ന ആ ഒരു റിസർവാണ്, കരുതൽ ധനമാണ് ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നറിയണം അല്ലേ. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഫിക്സഡ് അസറ്റുകളൊക്കെ ക്യാപിറ്റൽ അസറ്റാണ്. അതായത് ബിൽഡിങ്, മെഷീനറി, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ആ ഒരു എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ റിസർവായിട്ട് നീക്കി വയ്ക്കാം, ആ കിട്ടുന്ന എമൗണ്ട്. അതായത് പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അല്ലെങ്കിൽ പിന്നെ ഷെയറുകൾ നമ്മൾ പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് എന്താണ്, അതും ക്യാപിറ്റൽ പ്രോഫിറ്റാണ്, അതും ക്യാപിറ്റൽ റിസർവിൻ്റെ ഭാഗമാണ്. ഇനി എക്സ്പ്ലെയിൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഷെയർസിൻ്റെ പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഷെയറുകളും ഡിബഞ്ചറുകളും കേട്ടോ. അതിൻ്റെ തിയറിയും പ്രോബ്ലംസ് എല്ലാം ചോദിക്കാം. എസ് ഒക്കെ ഉറപ്പായിട്ടും നമുക്ക് ഷെയറിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഷെയറിൽ ഓവർ സബ്സ്ക്രിപ്ഷന്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റുകളുണ്ടല്ലേ. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വെൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ടു ബൈ എ പർട്ടിക്കുലർ കമ്പനി ഷെയർ ഈസ് ഹയർ ദാൻ ദി ആക്ച്വൽ നമ്പർ ഓഫ് ഷെയർസ് ദേ ഹാവ് ഇഷ്യൂഡ്. ഒരു കമ്പനി 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. കമ്പനിയുടെ കൈവശം 10,000 ഷെയർസ് ആണുള്ളത്. അത് പബ്ലിക്കായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പം ആ ഒരു കമ്പനി നല്ലൊരു കമ്പനിയാണെങ്കിൽ 10,000 ഷെയർ ഇഷ്യൂ ചെയ്തുള്ളെങ്കിലും അതിൽ ഒരു പക്ഷേ 10,000 ഷെയറിൽ കൂടുതൽ ഡിമാൻഡ് വന്നേക്കാം. അതായത് ഒരു മൊത്തം ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ 30,000 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി 10,000 ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ഷെയറുകൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ പ്രോറാറ്റ് അലോട്ട്മെൻറ്റ് നടത്തും, പ്രൊപ്പോർഷണേറ്റ് അലോട്ട്മെൻറ്റ് നടത്തും. അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസിലാണ്. ഇപ്പോൾ എന്ത് തന്നെയായാലും ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കമ്പനിക്ക് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10,000 ഇഷ്യൂ ചെയ്തിട്ട് 30,000 ആപ്ലിക്കേഷൻ വന്നല്ലേ. 10,000 ഇഷ്യൂ ചെയ്തിട്ട് ഒരു 5,000 ആപ്ലിക്കേഷനോ വന്നുള്ളെങ്കിലോ അതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളോട് പഠിച്ചല്ലോ, അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? എന്താണ് ഷെയർ ഫോർഫീറ്റ് ചെയ്യുക അഥവാ കണ്ടുകെട്ടുക എന്നുള്ളത്? ഫോർഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. അതായത് കമ്പനി ഷെയർ ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ പല സ്റ്റേജുകളായിട്ട് പണം പിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ കോൾസിന് അരിയറൊക്കെ വന്നിട്ട് ഒരു കാരണവശാലും അവർ ആ ക്യാഷ് അടയ്ക്കുന്നില്ലെങ്കിൽ ഈ ഷെയറുകൾ കമ്പനി ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ്, അതായത് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്, അതായത് കോൾ എമൗണ്ട്, ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ഫൈനൽ കോളൊക്കെ അടയ്ക്കാത്തത് കൊണ്ട് ഒരു കാരണവശാലും അടയ്ക്കില്ല, നമ്മൾ നോട്ടീസൊക്കെ കൊടുത്തിട്ടും അത് അടയ്ക്കുന്നില്ല എങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകളൊക്കെ കമ്പനി തന്നെ ആ ഷെയറുകൾ ക്യാൻസൽ ചെയ്യാം. അതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇതുവരെ അടച്ച തുകയുണ്ടെങ്കിൽ അതും കമ്പനി കണ്ടുകെട്ടുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ഡിവിസിബിൾ പ്രോഫിറ്റ്സ്? എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്? അതായത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിഹിതമായിട്ട് നമുക്ക് നീക്കി വയ്ക്കാൻ പറ്റുന്ന പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഡിവിഡൻ്റൊക്കെ ആയിട്ട് ലാഭവിഹിതമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അത് കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്കങ്ങനെ ഒരു ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല, അത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് അത് ഡിവിഡൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ജനറൽ ആയിട്ടുള്ള റിസർവ്, അത്തരത്തിലുള്ള റിസർവുകളും അത്തരത്തിലുള്ള പ്രോഫിറ്റൊക്കെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ റവന്യൂ കിട്ടിയതായിട്ട് എപ്പോഴാണ് കരുതേണ്ടതെന്നുള്ളതാണ്. നമ്മളൊരു സെയിൽസ് നടത്തി, ആ സെയിൽസ് നടത്തിയിട്ട് അത് ലീഗലായിട്ടുള്ള ഒരു സെയിൽസ് ആണെങ്കിൽ, അതായത് നമ്മൾ സെയിൽസ് നടത്തി അതിന് ഡോക്യുമെൻറ്റുകൾ സപ്പോർട്ടുണ്ട്, നമുക്കത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ പോലും നമുക്ക് പണം കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അത് അവിടെ നമ്മൾ റവന്യൂ ഏൺ ചെയ്തതായിട്ട് നമുക്ക് കരുതാം. അതവിടെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഇതാണ്: റവന്യൂസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ. അത് നമുക്ക് ക്യാഷ് കിട്ടിയതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാഷ് കിട്ടുമെന്നോ പിന്നീട് കിട്ടുന്നതോ ആയിക്കോട്ടെ, ക്രെഡിറ്റ് സെയിലോ ആയിക്കോട്ടെ, ഏതായാലും സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും ക്യാഷ് സെയിൽ ആണെങ്കിലും അത് നമുക്ക് കിട്ടിയ റവന്യൂ തന്നെയാണ് അല്ലേ. ആൻഡ് ആർ ഏൺഡ്, അത് നമുക്ക് ഏൺ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ക്യാഷ്
കിട്ടി, അത് ഏണ്ടാണ്. പക്ഷേ ക്യാഷ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, റവന്യൂ നമുക്ക് കിട്ടിയതായിട്ട് തന്നെ കരുതണം. ഓക്കെ, അതായത് നോ മാറ്റർ വെൻ ക്യാഷ് ഇസ് റിസീവ്ഡ്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ആ ഒരു പ്രിൻസിപ്പിളിനാണ് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ എക്സ്പാൻഡ് IFRS. IFRS എന്താണെന്നുള്ളത് അതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. IFRSൻ്റെ ഫുൾ ഫോം വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അതായത് IASB, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് IFRS. ഇന്ത്യ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അത് IFRSലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് ഇന്ത്യയും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും ഷെയർ ഇഷ്യൂവിൻ്റെ ഒരു മാർഗ്ഗം തന്നെയാണ്. ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മുഖാന്തരവും ഷെയറുകളും മറ്റും ഇഷ്യൂ ചെയ്യാം. അതായത് പബ്ലിക് ഇഷ്യൂവിലേക്ക് പോകാതെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷെയർ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഓഫർ ചെയ്യാതെ നമ്മളത് പ്രീ സെലക്റ്റഡ് ആയിട്ടില്ല, നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ട്, ഇൻവെസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് പേർക്കായിട്ട് നമ്മുടെ ഷെയറുകളും ബോണ്ടുകളൊക്കെ നമ്മൾ സെയിൽ നടത്തുന്നതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പൺ മാർക്കറ്റ് ഇഷ്യൂ നമ്മൾ നടത്തുന്നില്ല. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്താതെ കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് നമുക്ക് ഷെയറുകൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അടുത്തത് റൈറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ASB എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് എഴുതിയേക്കുക. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ASB ഈസ് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ അല്ലേ. ആ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവർ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള ലോസ് അത് പാലിക്കുന്നുണ്ടോ, അതിലെ കസ്റ്റംസ്, നമ്മുടെ തുടർന്നുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, യൂസേജ്, ബിസിനസ് എൻവയറമെൻറ്റ്, പ്രൊവൈലിംഗ് ഇൻ ഇന്ത്യ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ASB അവർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൻസേഴ്സോ നിങ്ങൾക്ക് എഴുതാം. ദെൻ വാട്ട് ഈസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്? കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് പലതരത്തിലുണ്ട്. കൺവേർട്ടബിൾ ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഉണ്ട് അല്ലേ, ക്യുമുലേറ്റീവ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയറുകളെ നമുക്ക് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, മാറ്റാമെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ആൻ ഓപ്ഷൻ ഫോർ ദി ഹോൾഡർ. അത് ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആളുടെ ഓപ്ഷനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം ആഫ്റ്റർ പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ്, ഒരു നിശ്ചിത കാലത്തിന് ശേഷമായിരിക്കണം അല്ലേ. ആ കാലത്തിന് ശേഷം നമുക്ക് ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ദെൻ വാട്ട് ഈസ് എ ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബാലൻസ് ഷീറ്റ് +2 ലെവലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികളാണല്ലേ. എ ബാലൻസ് ഷീറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിപ്പോർട്ട്സ് എ കമ്പനീസ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒരു ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ കമ്പനിയുടെ അസറ്റുകൾ, ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ഒക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയിൽ വരിക. അതായത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സൂചിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ദെൻ വാട്ട് ഈസ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ സമയത്ത് കമ്പനി ഫോളോ ചെയ്യുന്ന ആ ഒരു ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് അല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു ദി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ പ്രപ്പോർഷൻ ഓഫ് ദി ഷെയർസ് അപ്ലോയിഡ് ഫോർ. എത്ര ഷെയറുകളാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ ഒരു പ്രപ്പോർഷനിൽ, അതിൻ്റെ അനുപാതത്തിൽ ഷെയർ അലോട്ട്മെൻറ്റ് നടത്തുന്ന രീതിയാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്. When a company makes pro rata allotment, it adjusts the excess money received at the time of application firstly towards allotment and then towards the call. അപ്പോൾ ഇവിടെ എക്സസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മണി സ്വീകരിച്ചിരിക്കുന്നത്, അതായത് 10,000 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 8,000 ഷെയറുകൾ കൊടുത്തിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള 2,000 ഷെയറിൻ്റെയും ആപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അത് പിന്നീട് വരുന്ന കോളുകളിലേക്ക്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, അങ്ങനെയുള്ള സമയത്തൊക്കെ അത്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ്, ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ മണിയൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഈ എക്സസ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. പ്രോറാട്ട അലോട്ട്മെൻറ്റുകൾ വരുന്ന ഒരു പ്രോബ്ലം SI ആയിട്ട് ഈ ഒരു എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് ബെയറർ ഡിബഞ്ചേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെയറർ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ദി ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വേ ഓഫ് ഡെലിവറി ആൻഡ് കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മിയർ ഡെലിവറി ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഒരു ഡിബഞ്ചർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ആ ഡിബഞ്ചർ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ ഡിബഞ്ചർ ആവും. അപ്പോൾ അതായത് ഡിബഞ്ചർ ആരാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ള പേരൊന്നും കമ്പനിയുടെ കൈവശം ഉണ്ടായിരിക്കില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി ഒരു റെക്കോർഡൊന്നും കീപ്പ് ചെയ്യുന്നില്ല. അത് ബെയറർ ഡിബഞ്ചേഴ്സ് ആയതുകൊണ്ടാണ്. ബെയറർ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് വെറുതെ കൈമാറ്റം നടത്തിക്കൊണ്ട്
കമ്പനിയുടെ ഈ ഒരു ഡിബഞ്ചറിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിബഞ്ചറാണ് ബെയറർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചേഴ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഷെയറും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഷോർട്ട് എസ്സേ ആയിട്ടോ ഈവൻ വലിയ എസ്സേ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടോ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ ബിയിൽ ഇവിടെയും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റിന്. മാക്സിമം 35 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഫേസസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് എന്നാണ് അല്ലേ. അപ്പോൾ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും അല്ലേ, റിസീവിങ് ആപ്ലിക്കേഷൻ, ദെൻ അതിനുശേഷം ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ റിസീവ് ചെയ്യും, ഷെയർ അലോട്ട് ചെയ്യും അല്ലേ. ഇതാണ് പ്രധാനപ്പെട്ട ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ഓരോ പാരഗ്രാഫ് വെച്ചെങ്കിലും നിങ്ങൾ ഇതിന് എക്സ്പ്ലനേഷനും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്ലാസ് നമ്മളിതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ക്ലാസ് കണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചെടുക്കുകയും ചെയ്യാം. ദെൻ ഡിസ്റ്റിങ്വിഷ് റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലേ. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ വിളിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒരു ടേബിളിൽ ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. നമുക്ക് അൺകോൾഡായിട്ട് നമ്മൾ ഇതുവരെയും വിളിക്കാത്ത ക്യാപിറ്റലിനെ ഒരു 10 രൂപയുടെ ഷെയറാണ്, 8 രൂപ വരെ വിളിച്ചിട്ടുണ്ട്, ബാക്കി 2 രൂപ വിളിക്കാതെ വെച്ചിരിക്കുകയാണ്. അത് റിസർവ് ക്യാപിറ്റലാണ് പിന്നീട് വിളിക്കാൻ വേണ്ടി. ക്യാപിറ്റൽ റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നീക്കി വയ്ക്കുന്ന റിസർവാണ്, നമ്മൾ ആദ്യം കണ്ടു അല്ലേ. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ റിസർവ് ക്യാപിറ്റൽ നമ്മൾ കാണിക്കുന്നില്ല. അതായത് നമ്മുടെ റിസർവ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഗ്രൂപ്പിന് കീഴിൽ കാണിക്കും. ദെൻ വീണ്ടും റിസർവ് ക്യാപിറ്റൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. നമ്മൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം വിളിക്കുന്നതിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് റിസർവ്ഡ് ക്യാപിറ്റൽ. ദെൻ ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ അത് നമുക്ക് കമ്പനിയുടെ ഏത് സമയത്ത് വേണമെങ്കിലും അത് പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് വിറ്റോ മറ്റോ നഷ്ടമുണ്ടായി, അതാണ് ക്യാപിറ്റൽ ലോസ് ആണല്ലേ. ആ ക്യാപിറ്റൽ ലോസ് നികത്താൻ വേണ്ടി നമ്മൾ ഈ ഒരു എമൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ക്യാപിറ്റൽ റിസർവ് അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്യാപിറ്റൽ ലോസ് നമ്മുടെ റൈറ്റ് ഓഫ് എഴുതി തള്ളുന്നതിന് വേണ്ടി. ദെൻ അടുത്തത് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബോണസ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ലാഭത്തിന് പകരമായിട്ട് ലാഭം ഉണ്ടാകുമ്പോൾ ആ ഒരു ലാഭം ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ബോണസ് ഷെയർ. പണമൊന്നും വാങ്ങാതെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോണസ് ഷെയർ നടത്താം. അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷേ റിസർവ് ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല, നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണ്? അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് IFRS. IFRSൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നമ്മൾ IFRSൻ്റെ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ IFRSൻ്റെ ക്ലാസ്സും ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ക്ലാസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. IFRS എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, എസ്സേ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഷോർട്ട് എസ്സേയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രാക്ടീസ് റിഗാർഡ്ലെസ് ഓഫ് ദി കമ്പനി ഓർ ദി കൺട്രി. ദേ ആർ ഇഷ്യൂഡ് ബൈ ദി ലണ്ടൻ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് IASB. അവരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആൻഡ് അഡ്രസ് റെക്കോർഡ് കീപ്പിംഗ്, അക്കൗണ്ട് റിപ്പോർട്ടിംഗ്, അതർ ആസ്പെക്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു IFRSൽ വരുന്നത്. IFRS ഫോസ്റ്റേഴ്സ് ഗ്രേറ്റർ കോർപ്പറേറ്റ് ട്രാൻസ്പെറൻസി. അപ്പോൾ ട്രാൻസ്പെറൻ്റായിട്ട് കമ്പനിയുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക, അതായത് സുതാര്യമായിട്ട് തട്ടിപ്പുളം നടത്താതെ കമ്പനിയുടെ അക്കൗണ്ടുകൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയാണ് IFRS. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദി ഫോളോവിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസ്. ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്
അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1/1/2020 14,000 എന്നുള്ളത്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ബിൽസ് പേബിൾ പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺസ് ഔട്ട്വേർഡ് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റേഴ്സിന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ക്യാഷ് പർച്ചേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, അതായത് ക്യാഷ് പർച്ചേസ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് തയ്യാറാക്കണം അല്ലേ. ആ ഒരു അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ നമുക്ക് ലഭിക്കും. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ലഭിക്കും. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുന്ന ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തിയറി ഉണ്ട്, എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റ് നോക്കുക. ഒപ്പം തന്നെ അതിൻ്റെ തമ്പനെയിലിൻ്റെ പിക്ചർ, ഇനിയുള്ള പ്രോബ്ലങ്ങളുടെയൊക്കെ തമ്പനെയിലിൻ്റെ പിക്ചറൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ആ തമ്പനെയിൽ ഏതാണെന്ന് നോക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാഷ് പർച്ചേസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കുക. നമുക്ക് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് എന്താണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതണം? അതായത് ലൈബിലിറ്റി സെക്ഷനിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് അല്ലേ. എല്ലാ ലൈബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. 14,000 രൂപ. അപ്പോൾ ഈ ഒരു 14,000 രൂപ നമ്മളിവിടെ എഴുതി. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു, അതിൽ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഐറ്റമായിട്ട് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് 25,000 രൂപ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അത് രണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് 25,000 അങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾക്കത് ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതാം. ഇനി നമുക്ക് എഴുതേണ്ടത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10,000. അതെവിടെയാണ് എഴുതേണ്ടത്? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10,000 നമുക്ക് ജേണൽ എൻട്രി നോക്കിയാൽ തന്നെ അറിയാം. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി അല്ലേ, പറ്റൂ ക്യാഷ്. അപ്പോൾ അങ്ങനെ ഓർക്കാം ജേണൽ എൻട്രി അറിയാമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമുക്ക് ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. അപ്പോൾ ഈ സൈഡിൽ 14,000 രൂപ ക്രെഡിറ്റേഴ്സിന് ബാലൻസ് ഉണ്ട്. അതിനടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ 14,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടെന്നാണ് അല്ലേ. ഇനി ഇവിടെ ക്യാഷ് കൊടുത്തു എന്നല്ല പറയുന്നത്. ക്രെഡിറ്റേഴ്സിന് നമ്മളൊരു 10,000 രൂപ അന്നേരം കൊടുത്തു. അപ്പോൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് കുറയണം അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റേഴ്സുമായിട്ട് ക്രെഡിറ്റേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടുന്നത് വീണ്ടും നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് കൂടുന്നത്. അത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് വരച്ചിട്ട് ഇത് ബാലൻസിങ് ഫിഗറായിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അക്കൗണ്ട് വരച്ചിട്ട് രണ്ട് സൈഡ് എഴുതിയിട്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കിട്ടുക. ഈ ഒരു എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പറ്റൂ ക്യാഷ് നമ്മൾ 10,000 ഇവിടെ എഴുതി. ബിൽസ് പേയബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിസ്കൗണ്ട് അലൗ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോഴും നമ്മൾ ക്രെഡിറ്റേഴ്സിന് അത്രയും കുറച്ച് ക്യാഷ് കൊടുത്താൽ മതി. ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോഴും ഡിസ്കൗണ്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് നമുക്ക് അലൗ ചെയ്തതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് ക്യാഷ് കൊടുത്താൽ മതി. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ബിൽസ് പേയബിൾ നമ്മൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും 10,000 രൂപ. അത്രയും എമൗണ്ടിന് ക്രെഡിറ്റേഴ്സ് കുറയുവാണ്. പകരം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലൈബിലിറ്റി വരുവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് കുറയുവാണ്. റിട്ടേൺസ് ഔട്ട്വേർഡ് നമ്മൾ വാങ്ങിച്ച ഗുഡ്സിന്മേൽ കുറച്ച് തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് പൈസ തിരിച്ചു കൊടുത്താൽ മതി ഇനി അല്ലേ. ക്രെഡിറ്റേഴ്സിന് ഇത്രയും കൊടുത്താൽ മതി കുറച്ച് പൈസ. അപ്പോൾ റിട്ടേൺസ് ഔട്ട്വേർഡിനനുസരിച്ച് എന്താണ്? ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ടും റിട്ടേൺസും ബിൽസ് പേയബിളും ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഇത്ര ഐറ്റംസ് ഒക്കെ ഏതൊക്കെ ഐറ്റമാണെന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക, മനസ്സിലാക്കിയിരിക്കുക, അതെല്ലാം ഡെബിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഈ ഒരു എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം അല്ലേ. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 48,500 കിട്ടി. ഇവിടെ 14,000 മാത്രമേ ഉള്ളൂ. 48,500 തന്നെ ഇവിടെയും എഴുതി. 48,500 നിന്ന് ഈ ഒരു ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് 14,000 കുറച്ച് ഈ അക്കൗണ്ടിന് നമ്മൾ ബാലൻസ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് 34,500 കിട്ടും. അതാണ് ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് 34,500 കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ 14,000, അത് രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 44,500 രൂപ ടോട്ടൽ പർച്ചേസ് കിട്ടും. ഇപ്പോൾ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാൻ പഠിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. ഈ ഒരു എക്സാമിന് ചോദിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ രണ്ടും പഠിച്ചിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം അതിൻ്റെ തമ്പനിയിൽ നോക്കി, സ്ക്രീനിൽ കാണിക്കുന്ന തമ്പനിയിൽ നോക്കിയിട്ട് അത് പ്ലേലിസ്റ്റിൽ പഠിച്ചെടുക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് പേബിൾ ₹3 ഓൺ ആപ്ലിക്കേഷൻ. ഇവിടെ സൂര്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ് കേട്ടോ. ഇഷ്യൂഡ് 20,000 ഇക്വിറ്റി ഷെയർസ്, ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രോബ്ലംസ് ചാനലിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, കൂടുതൽ ഇത് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ആ പ്രോബ്ലം കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ പ്രോബ്ലം ഒന്ന് ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇവിടെ 20,000 ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തു. 10 രൂപയാണ് ഷെയറിൻ്റെ വില അല്ലേ. ഈ 10 രൂപ എങ്ങനെയൊക്കെയാണ്? ആപ്ലിക്കേഷൻ മണിയായിട്ട് 3 രൂപ, 2 രൂപ അലോട്ട്മെൻറ്റ് മണി, 3 രൂപ ഫസ്റ്റ് കോൾ, 2 രൂപ ഫൈനൽ കോൾ അല്ലേ. അപ്പോൾ അത് 3 2 5 3 8 2 10, അങ്ങനെയാണ് 10 രൂപ കിട്ടുന്നത്. ദ കമ്പനി ഡ്യൂലി റിസീവ്സ് ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് മണി കമ്പനിക്ക് കൃത്യമായിട്ട് കിട്ടി. ആപ്ലിക്കേഷൻ മണിയും ആദ്യം തന്നെ കിട്ടും അല്ലേ. ദെൻ ഓൺ വൺ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 6,000 ഷെയർസ് പെയ്ഡ് ദ ഫൈനൽ കോൾ മണി എലോങ് വിത്ത് ഫസ്റ്റ് കോൾ മണി അടച്ചപ്പോൾ 6,000 ഷെയർ കൈവശം വെച്ചൊരു വ്യക്തി അയാൾ നേരത്തെ അടച്ചു അല്ലേ. അതായത് ഫൈനൽ കോൾ മണി ഫസ്റ്റ് കോളിൻ്റെ ഒപ്പം അടച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോൾസ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. 6,000 ഷെയറിന്മേൽ കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. വൈൽ അനദർ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 10,000 ഷെയർസ് ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ മണി. എന്നാൽ ഒരു 10,000 ഷെയർ കൈവശം വെച്ച മറ്റൊരു വ്യക്തി ഫസ്റ്റ് കോൾ മണി നൽകിയതേ ഇല്ല. അപ്പോൾ ഇവിടെ കോൾസ് ഇൻ അരിയറുണ്ട്, കോൾസ് ഇൻ അഡ്വാൻസും ഉണ്ട് അല്ലേ. ദ കമ്പനി ഡിഡ് നോട്ട് മേക്ക് ദ ഫൈനൽ കോൾ. കമ്പനി ഫൈനൽ കോൾ വിളിച്ചതേ ഇല്ല, കമ്പനി ഫൈനൽ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോൾ വരെയുള്ള കാര്യങ്ങളല്ലേ, ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ എന്നാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോൾ വരെയുള്ള ജേണലിൽ നമുക്ക് എഴുതിയാൽ മതി. ഫൈനൽ കോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം കമ്പനി ഫൈനൽ കോൾ ഡിഡ് നോട്ട് മേക്ക് ദ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജേണൽ ട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജേണൽ ട്രീ എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ 6 lakhs എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. 6 lakhs എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കണം. എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 20,000 ഷെയർസ്. അതിൽ ആപ്ലിക്കേഷൻ മണി എത്രയാണ്? 3 രൂപയാണ് അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി, ഈ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്താണ്, എന്തുകൊണ്ടാണ് ആ ജേണൽ എൻട്രി അങ്ങനെ വരുന്നത്, എഴുതുന്നത് തുടങ്ങിയ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുള്ളൂ. ഇപ്പോൾ 2 lakhs ഷെയർസ് ആണുള്ളത്. 2 lakhs ഷെയർസ് 3 രൂപ ആപ്ലിക്കേഷൻ മണിയാണെങ്കിൽ 2 lakhs ഇൻറ്റു 3 എത്രയാണ്? 6 lakhs ആണ് അല്ലേ. അപ്പോൾ അതാണ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതി. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്താൽ ഉടൻ തന്നെ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ജേണൽ എൻട്രി എഴുതും. എമൗണ്ട് ഇത് തന്നെ അല്ലേ, 6 lakhs ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നു. അലോട്ട്മെൻറ്റ് മണി ക്വസ്റ്റ്യനിൽ എത്രയാണെന്ന് നോക്കണം. അലോട്ട്മെൻറ്റ് മണി എന്ന് വെച്ചാൽ 2 രൂപയാണ്. അപ്പോൾ 2 രൂപ വെച്ച് എത്ര ഷെയറാണ്? 2 ലക്ഷം ഷെയർ അല്ലേ. അപ്പോൾ 2 ലക്ഷം ഷെയർ 2 രൂപ വെച്ചപ്പോൾ 4 ലക്ഷം രൂപ. 4 ലക്ഷം ഇൻറ്റു 2 ലക്ഷം ഇൻറ്റു 2 രൂപ അല്ലേ. അപ്പോൾ അതാണ് 4 ലക്ഷം വന്നിരിക്കുന്നത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നു. അലോട്ട്മെൻറ്റ് മണി കിട്ടാനുണ്ടെന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നതാണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അത് 4 lakhs അല്ലേ. 4 lakhs ഈ ഒരു എമൗണ്ട് ഇങ്ങോട്ട് മാറിക്കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു 4 lakhs താഴോട്ടിറങ്ങി ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് അറ്റ് 4 lakhs, ടു ഷെയർ അലോട്ട്മെൻറ്റ് 4 lakhs. ഈ ഒരു 6 lakhs എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രിയുടെ എമൗണ്ടാണ് കേട്ടോ. ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ടാണ് 6 lakhs എന്ന് പറയുന്നത്. അവർ എഴുതിയപ്പോൾ മാറിപ്പോയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി കിട്ടി. ഇനി ഫസ്റ്റ് കോൾ, അടുത്തത് എന്താണ്? ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 20,000 2 ലക്ഷം ഷെയറാണ്. 2 ലക്ഷം ഷെയറാണ് എപ്പോഴും. 2 ലക്ഷം ഷെയർ കഴിഞ്ഞ് 3 രൂപയാണ് ഫസ്റ്റ് കോൾ അല്ലേ. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രൂപയാണ്. അതായത് 2 ഓൺ അലോട്ട്മെൻറ്റ് 3 ഓൺ ഫസ്റ്റ് കോൾ അല്ലേ. അപ്പോൾ ഈ 3 രൂപയാണ് ഷെയർ ആപ്ലിക്കേഷൻ ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് അല്ലേ. ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് 2 lakhs ഇൻറ്റു 3 നമുക്ക് 6 lakhs കിട്ടും അല്ലേ. ടു ഷെയർ ക്യാപിറ്റൽ 6 lakhs തന്നെ. ഇനി അതിന്മേലുള്ള പണം കിട്ടലാണ് അടുത്തത് അല്ലേ. പണം കിട്ടുമ്പോൾ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഫസ്റ്റ് കോൾ മണി നമുക്ക് കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് കോൾ മണി കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കോൾ മണി കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്. എത്ര ഷെയർ മേലാണ് കോൾസ് ഇൻ അരിയർ വന്നിരിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് കോൾ മണിയിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 10,000 ഷെയർസ് ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ മണി എന്നല്ലേ. 10,000 ഷെയർ കൈവശം വെച്ച ആൾ ആ ഫസ്റ്റ് കോൾ മണി തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കോൾ മണിയിൽ അപ്പം എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ബാങ്ക് അക്കൗണ്ട് അറ്റർ 1,90,000 ഇൻറ്റു 3. 1,90,000 ഇൻറ്റു 3. 1,90,000 ഇങ്ങനെ കിട്ടിയത് 2 ലക്ഷത്തിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന 10,000 ഷെയർ കൈവശം വെച്ച ആളുകൾ ഫസ്റ്റ് കോൾ മണി തന്നില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള 1,90,000 ക്യാഷ് നമുക്ക് കിട്ടിയുള്ളൂ. 1,90,000 3 നമുക്ക് 5,70,000 രൂപ അല്ലേ. 5,70,000 രൂപ. ഈ ഒരു എമൗണ്ട് ഇങ്ങനെ വരും കേട്ടോ, 5,70,000. കോൾസ് ഇൻ അരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ഇൻറ്റു 10,000 ഷെയർ വെച്ച് വെച്ചാൽ 3 ലക്ഷം തന്നിട്ടില്ല അല്ലേ. ഇൻറ്റു 10,000 ഇൻറ്റു 3 30,000. ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട്
ഫസ്റ്റ് കോൾ എമൗണ്ട് നമ്മൾ 2 ലക്ഷം ഇൻറ്റു 3 രണ്ടോടും കൂട്ടി 6 ലക്ഷം അങ്ങനെ എഴുതണം കേട്ടോ. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് അതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടല്ലേ, കോൾസ് ഇൻ അഡ്വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എത്രയായിരുന്നു? ഈ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ടിൻ്റെ ഒപ്പമാണ് കോൾസ് ഇൻ അഡ്വാൻസ് വന്നിരിക്കുന്നത്. 6000 ഷെയർ കൈവശം വെച്ചാൽ ഫസ്റ്റ് കോൾ മണിയുടെ ഒപ്പം ഫൈനൽ കോൾ മണി നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 6000 ഷെയർസ് പെയ്ഡ് ദ ഫൈനൽ കോൾ മണി എലോങ് വിത്ത് ഫസ്റ്റ് കോൾ എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ജേണൽ എൻട്രി ആയിട്ട് എഴുതിയാൽ മതി. എങ്ങനെ എഴുതുക? ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ് 12000 വരും. 12000 എങ്ങനെ വന്നത്? 6000 ഇൻറ്റു 2. ഈ 2 എന്താണ്? ഫൈനൽ കോൾ മണി അല്ലേ, ഫൈനൽ കോൾ മണിയാണ് 2. അപ്പോൾ 6000 2 12000. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രിയാണ് ഇതിന് വേണ്ടി നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് വിവേക് ലിമിറ്റഡ് ടുക്ക് ഓവർ അസറ്റ് വർത്ത് ₹5 lakhs ഓൺ ലൈബിലിറ്റീസ് ₹1,34,000. മിഥുൻ ട്രേഡേഴ്സ് ഫോർ ദി പർച്ചേസ് ഓഫ് കൺസിഡറേഷൻ ഓഫ് $3,96,000 അല്ലേ. അപ്പോൾ ഇതൊരു ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് അല്ലേ. ഡിബഞ്ചേഴ്സ് നമ്മൾ ക്യാഷിനല്ലാതെ പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നൊരു കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സാധാരണ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അത് പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാം, അത് ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. അത് അങ്ങനത്തെ കേസുകളായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഈ ഒരു കേസിൽ ചോദിച്ചിരിക്കുന്നത് 10% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിൻ്റെ തമ്പനയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടത് നോക്കുക കേട്ടോ. അത് കണ്ട് അതും പഠിച്ചു വയ്ക്കുക. ഒരു പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ചോദിച്ചു, അടുത്ത നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിനത് പ്രീമിയത്തിലായിരിക്കും. അത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. മിക്കവാറും ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസാണ് മിക്കവാറും വർഷങ്ങളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് നടത്തണം. ഇതുൾപ്പെടെ നമ്മൾ 3 വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. വിവേക് ലിമിറ്റഡ് ടുക്ക് ഓവർ അസറ്റ് 5 lakhs. ഇപ്പോൾ ഇങ്ങനെ അസറ്റ് ഏറ്റെടുത്ത കാര്യം, ലൈബിലിറ്റി ഏറ്റെടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ട് ഒരു ജേണൽ എൻട്രി എഴുതേണ്ടതുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ ആ കാര്യം കൂടി നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നോക്കുക, ഇവിടെ അസറ്റ് ഏറ്റെടുത്ത് എത്രയാണ്? അസറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിന് ജേണൽ എൻട്രി അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സൺട്രി അസറ്റ്സ് 5 ലക്ഷം. ഈ ഒരു ഗുഡ് വിൽ എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ ഇപ്പോൾ എഴുതാൻ പറ്റിയില്ല, ബാക്കി ഇതോടെ എഴുതി കഴിയുമ്പോഴാണ് നമ്മളത് കണ്ടുപിടിക്കുക കേട്ടോ. സൺട്രി അസറ്റ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലൈബിലിറ്റി 1,34,000 അല്ലേ. ലൈബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, 1,34,000 ക്രെഡിറ്റ് ചെയ്യണം. ഇനി മിഥുൻ ട്രേഡേഴ്സിൽ നിന്ന് നമുക്ക് എത്ര രൂപയാണ് അവർക്ക് ഇത്ര ഏറ്റെടുത്തപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളത്? മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത് 3,96,000 ആണ് അല്ലേ. പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ മിഥുൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം 3,96,000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ നമ്മൾ നോക്കണം, ഇനി ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റം ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ 1 ഐറ്റം ഉള്ളൂ അല്ലേ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലുള്ള ഈ ഐറ്റം കൂട്ടിയിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 30,000 കുറവുണ്ടല്ലേ. ഇവിടെ 30,000 കൂടുതലുണ്ട്. 5,30,000 ഇവിടെ ഉണ്ടാവും. ഇവിടെ 5 ലക്ഷം ഉള്ളൂ. അപ്പോൾ 5 ലക്ഷത്തി അതുപോലെ വ്യത്യാസം 30,000. ഈ ഡെബിറ്റ് ഈ സൈഡിലാണ് കുറവ് വരുന്നതെങ്കിൽ, അതായത് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് എഴുതുന്ന ആ ഭാഗത്താണ് കുറവ് വരുന്നതെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് എഴുതും. ഇവിടെ ക്രെഡിറ്റിലാണ് കുറവ് വന്നിരുന്നെങ്കിൽ നമ്മളിവിടെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിൽ എഴുതി ആ ഒരു എമൗണ്ട് എഴുതാമായിരുന്നു കേട്ടോ. അത്രയും വ്യത്യാസമുള്ളൂ, ഓർത്തിരുന്നോണം. ഇവിടെ നമുക്ക് ഡെബിറ്റിലാണ് കുറവ് വരുന്നത്, അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് എഴുതും. ഇനി ഇൻ കേസ് ഏതെങ്കിലും കേസിൽ ക്രെഡിറ്റിലാണ് കുറവ് വരുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ എഴുതും. ഇപ്പോൾ ഇവിടെയാണ് 5,30,000 വന്നിരിക്കുന്നത്, ഇവിടെ 5 ലക്ഷം ഉള്ളെങ്കിലോ കൂട്ടുമ്പോൾ, അപ്പോൾ ഈ 30,000 നമ്മളിവിടെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രിയാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഈ പർച്ചേസ് കൺസിഡറേഷൻ 3,96,000 കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് 10% ഡിസ്കൗണ്ടിലായിരിക്കണം അല്ലേ. ഒരു ഡിബഞ്ചറിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്, 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ വില. അത് 10% ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കായിരിക്കും അത് ഇഷ്യൂ ചെയ്യുക? 90 രൂപയ്ക്കായിരിക്കും ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഷെയറുകൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രിയിൽ വരുന്ന ഫിഗറുകൾ എഴുതാം. അതായത് നമുക്ക് മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യാം, അതിന് മാറ്റമൊന്നുമില്ല. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് 3,96,000 അല്ലേ. ഈ എമൗണ്ട് അത്രയും കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അത് 10% 100 രൂപയുടെ ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിലായിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3,96,000 രൂപയാണ് മൊത്തം കൊടുക്കേണ്ടത് അല്ലേ. നമുക്ക് 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ, 100ൻ്റെ 10% 10 രൂപയാണ് അല്ലേ. 100 രൂപയുടെ ഡിബഞ്ചർ നോക്കുക, 100 രൂപയുടെ ഡിബഞ്ചറാണ്, അതിന് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 100ൻ്റെ 10% 10 രൂപ. അത് കുറയ്ക്കണം, 100ൽ നിന്ന് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഈ 10 രൂപ കുറയ്ക്കണം. അപ്പോൾ 90 രൂപ കിട്ടും അല്ലേ. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില 90 രൂപയായിരിക്കണം. ഒരു ഷെയറിൻ്റെ വില 90 രൂപ. അങ്ങനെയാണെങ്കിൽ 3,96,000 ഡിവൈഡ് ബൈ 90 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും 4,400 ഡിബഞ്ചറുകൾ, ഷെയർ അല്ല കേട്ടോ, ഡിബഞ്ചറുകൾ 4,400 ഡിബഞ്ചറുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിബഞ്ചറുകളുടെ എണ്ണം നമുക്ക് കിട്ടി അല്ലേ. എണ്ണവും കിട്ടി, ഒരു ഡിബഞ്ചറിൻ്റെ വിലയും കിട്ടി. അപ്പോൾ 4,400 × 90.
അതാണ് 4,40,000 എന്ന് പറയുന്നത്. നോക്കുക, 4,40,000 ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതേണ്ട എമൗണ്ട് അതാണ് 4,40,000. അതായത് 4,400 ഇൻറ്റു 100 കേട്ടോ, 90 4,400 ഇൻറ്റു 100. 4,400 ഇൻറ്റു 90 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,96,000 ആണ്. 4,400 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ എമൗണ്ടിൽ വേണം നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ, അതിൽ മാറ്റം ഉണ്ടാവരുത്. ഇനി അങ്ങനെ വരുമ്പോൾ ഒരു കുറവ് വരുന്നുണ്ടല്ലോ, 10 രൂപ ഡിസ്കൗണ്ട്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീമിയത്തിലായിരുന്നെങ്കിൽ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ആ ഒരു എമൗണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളത് ആ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ കണ്ടുപിടിക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക 10 രൂപ. എമൗണ്ട് നമുക്ക് ഡിബഞ്ചറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ 4,400 4,400 ഇൻറ്റു 10 ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. 4,400 ഇൻറ്റു 90 ആണ് മിഥുൻ ട്രേഡേഴ്സ്, അത് ഈ എമൗണ്ട് തന്നെ വരും. ദെൻ 4,400 ഇൻറ്റു 100 അതിൻ്റെ ഫുൾ എമൗണ്ട് ഫേസ് വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ ആയിരിക്കണം 4,400 ഇൻറ്റു 100. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന പ്രോബ്ലമുള്ളൂ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത്, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് 20 lakhs ഡിവൈഡഡ് ഇൻറ്റു 20,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. മൊത്തം 20 ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ്. ഷെയറുകൾ 20,000 ആണ്. 100 രൂപ, 100 രൂപയുടെ 20,000 ഷെയറുകൾ അല്ലേ, 20,000 100 ആണ്, 20 ലക്ഷം കിട്ടുക. ദ കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് അറ്റ് പാർ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 ലക്ഷം രൂപയുടെ ഷെയർ, 20,000 ഷെയറൊക്കെ ഉണ്ട്, പക്ഷേ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, 10,000 ഷെയർസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമായിട്ട് വരുന്നത് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 20,000 ഷെയർ ഇഷ്യൂ ചെയ്തെന്ന് ഓർക്കരുത്. കമ്പനി ഇഷ്യൂ ചെയ്ത് എത്രയേ ഉള്ളൂ, 10,000 ഉള്ളൂ. 20,000 ഷെയർ ഉണ്ട് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, പക്ഷേ കമ്പനി ഇപ്പം തൽക്കാലം ഇഷ്യൂ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, 10,000 ഷെയർസേ ഉള്ളൂ. അറ്റ് പാർ വാല്യൂലാണ്. പേയബിൾ ₹20 ഓൺ ആപ്ലിക്കേഷൻ, ₹30 ഓൺ അലോട്ട്മെൻറ്റ്, 20 ഓൺ ഫസ്റ്റ് കോൾ, 30 ഓൺ ഫസ്റ്റ് ഫൈനൽ കോൾ അല്ലേ. അപ്പോൾ 20 + 30 + 20 + 30 നമുക്ക് 100 കിട്ടും. പാർ വാല്യൂലാകുമ്പോൾ അത് ആ കൂട്ടുമ്പോൾ അത് മുഴുവനായിട്ട് എമൗണ്ട് കിട്ടുന്നു അല്ലേ. ഓൾ ഷെയർസ് വർ സബ്സ്ക്രൈബ്ഡ്. കമ്പനിയുടെ ഷെയറുകളെല്ലാം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാ എമൗണ്ടും കൃത്യമായിട്ട് കിട്ടി. പാസ് ജേണൽ എൻട്രീസ് അല്ലേ. അപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് പ്രീമിയത്തിലോ ഡിസ്കൗണ്ടോ പ്രൊഫീഷറോ അല്ലെങ്കിൽ പ്രോറാറ്റ് അലോട്ട്മെൻറ്റോ ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ കേസുകളൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ജേണലിൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. നോക്കുക, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ 2 ലക്ഷം രൂപ അല്ലേ, 10,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. ആപ്ലിക്കേഷൻ മണി 20 ആണ്, അത് നമ്മൾ എഴുതി. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അത് ഷെയർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ജേണലിൻ്റെയും കഴിഞ്ഞു. ഇനി നമുക്ക് ഷെയർ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 ജേണലിൻ്റെ ആവും. ഒന്ന് ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു അല്ലേ. ഇവിടെ അലോട്ട്മെൻറ്റ് തൊട്ട് നമ്മളിനി ഡ്യൂ ആവുകയാണ് ചെയ്യുന്നത്. ഡ്യൂ ആയിട്ട് പിന്നെ അതിന് ശേഷമാണ് പണം കിട്ടുക. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 3 ലക്ഷം, അതായത് 10,000 ഇൻറ്റു 30 അല്ലേ. അലോട്ട്മെൻറ്റ് മണി 30 അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. ഇനി എമൗണ്ട് കിട്ടുന്നു അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 3 ലക്ഷം. അടുത്ത ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു. അപ്പോൾ ജേണൽ എൻട്രി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കാവുന്നുള്ളൂ. ജസ്റ്റ് ചെറിയ കാൽക്കുലേഷനൊക്കെ വരുന്നുള്ളൂ അല്ലേ. പറഞ്ഞിട്ടുണ്ട്, നേരെ പറഞ്ഞേക്കുക 10,000 20 ഫസ്റ്റ് കോൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 × 20 2 ലക്ഷം അല്ലേ. ഇനി ആ എമൗണ്ട് കിട്ടുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ 2 ലക്ഷം. ഇനി ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു, അത് കിട്ടുന്നു അല്ലേ. ഫൈനൽ കോൾ മണി 30 വെച്ചാണ്, 10,000 × 30 3 ലക്ഷം അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കമ്പനി ക്യാരിഡ് ഫോർവേഡ് എ ബാലൻസ് ഓഫ് ₹40,000 ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2019. അപ്പോൾ ഇത് നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി പ്രതീക്ഷിക്കുക കേട്ടോ. സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് പറഞ്ഞിട്ടുണ്ട്, 40,000 ആണ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ്. ഡ്യൂറിങ് ദി ഇയർ 2019-20 അല്ലേ. ഇറ്റ് മെയ്ഡ് എ ഫർദർ പ്രോഫിറ്റ്. നമ്മളൊരു 3,10,000 ഫർദർ പ്രോഫിറ്റ് ഉണ്ടാക്കി ബിഫോർ പ്രൊവൈഡിങ് ടാക്സേഷൻ എമൗണ്ട് നൽകുന്നതിന് മുമ്പ്, അതായത് ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് 3,30,000 പ്രോഫിറ്റ് കിട്ടി അല്ലേ. അതായത് ബിഫോർ ടാക്സ് പ്രോഫിറ്റോടും കിട്ടി. ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് 40,000 ആണ്. നമുക്ക് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് 3,30,000 പ്രോഫിറ്റോടെ ഉണ്ട്. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ ഫോളോവിങ് ഡിസിഷൻസ് മേ ബി ക്യാരിഡ് ഔട്ട്. താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളോട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതിനുശേഷം ചേഞ്ചസ് ഇൻ ദി സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് എമൗണ്ട്, ഇനി ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ശേഷം നമ്മളുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം, എളുപ്പത്തിലാണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. അതായത് തന്നിരിക്കുന്ന ഓപ്പണിംഗ് പ്രോഫിറ്റ് 40,000.
അതിനിവിടെ നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് കിട്ടിയത് നമ്മൾ ആഡ് ചെയ്യണം. അഡീഷണൽ പ്രോഫിറ്റ് മൊത്തം 3,10,000 എന്നാണ് പറഞ്ഞത് അല്ലേ, 3,10,000. പക്ഷേ ടാക്സിൻ്റെ എമൗണ്ട് കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് നമ്മൾ ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. 3,10,000 1,50,000 കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. 1,60,000 ആഡ് ചെയ്യാവുള്ളൂ. അതായത് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ടാക്സ് എത്ര കിട്ടി? ഇപ്പോൾ നിലവിൽ പ്രോഫിറ്റ് എത്രയുണ്ട്? 2 lakhs ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പ്രോഫിറ്റിൽ നിന്നുള്ള അപ്രോപ്രിയേഷൻ, അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നീക്കി വയ്ക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ. ട്രാൻസ്ഫർ ടു ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, അതായത് പല റിസർവുകളിലേക്ക് നീക്കിക്കുന്ന എമൗണ്ട്. പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നീക്കി വയ്ക്കുന്ന തുക. ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നീക്കി വയ്ക്കുന്ന തുക. ജനറൽ റിസർവുകൾക്ക് മാറ്റി വയ്ക്കുന്ന തുക. ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്, അതായത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള അപ്രോപ്രിയേഷൻസ് എല്ലാം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പോൾ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് 20,000 നേരെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് 20,000 എടുക്കുക. അടുത്തത് ഡിവിഡൻഡ് ഓൺ 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹2 lakhs. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിവിഡൻഡ് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 lakhsൻ്റെ 8% കണ്ടുപിടിച്ചതായ എമൗണ്ടാണ് ഡിവിഡൻഡ് അല്ലേ, അങ്ങനെ എഴുതണം. 2 lakhs × 8% 16,000 ഡിവിഡൻഡായിട്ട് എഴുതുക. ഇനി ഡിവിഡൻഡ് ഇക്വിറ്റി ഡിവിഡൻഡ് ആയാലും പറഞ്ഞിട്ടുണ്ട്. 30,000 ഷെയർസാണ് 10 രൂപ വെച്ച്. അപ്പോൾ 30,000 ഷെയർസ് 10 രൂപ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണ് അത്. അപ്പോൾ നമുക്ക് മൊത്തം 3 ലക്ഷം രൂപ കിട്ടും അല്ലേ. 3 ലക്ഷത്തിന് 15% ഡിവിഡൻഡ് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട് നമ്മൾ ഈ മൊത്തം ഷെയർ എമൗണ്ട്, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് മൊത്തം ഇവിടെ തന്നിരിക്കുകയാണ് അല്ലേ. ഇവിടെ പക്ഷേ ഷെയറിൻ്റെ എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഷെയറിൻ്റെ എണ്ണത്തെ, ഈ 30,000 എന്ന് പറയുന്ന ഷെയറിൻ്റെ എണ്ണത്തെ ആ ഒരു ഷെയറിൻ്റെ വിലയായുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ആയിരിക്കണം 50% ഡിവിഡൻഡ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് 45,000 കിട്ടും. അടുത്തത് ജനറൽ റിസർവിലേക്ക് 30,000, ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവിലേക്ക് 30,000 അല്ലേ. അത് നമുക്ക് നേരിട്ട് എഴുതാം. 30,000. ഇപ്പോൾ ഇത്രയും അപ്രോപ്രിയേഷൻസ് നമ്മൾ കൂട്ടി 1,56,000 വരും. ആദ്യം 2 ലക്ഷത്തിൽ നിന്ന് കുറച്ച് ഇനി ബാക്കി എത്ര ഉണ്ട്? 44,000. അതാണ് ഇനി സർപ്ലസ് അല്ലെങ്കിൽ ബാലൻസ് അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് അല്ലേ. 2 ലക്ഷത്തിൽ നിന്ന് മൊത്തം 1,56,000 ചിലവായുള്ളൂ. ബാക്കി 44,000 നമുക്ക് ഇനിയും സർപ്ലസ് ഉണ്ട് അല്ലേ, എമൗണ്ട് നീക്കിയിരിക്കുന്ന തുകയാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സി എന്ന് വെച്ചാൽ essay ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. അർജുൻ കമൻസ്ഡ് ബിസിനസ് ഓൺ 1/1/2020 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹25,000. 25,000 ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഇമീഡിയറ്റ്ലി ബോട്ട് ഫർണിച്ചർ ഫോർ ₹6,000. ഫർണിച്ചർ 6,000 വാങ്ങിച്ചു. ഡ്യൂറിംഗ് ദി ഇയർ ഹി ബോറോഡ് ₹15,000 ഫ്രം ഹിസ് വൈഫ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ഓൺ ഹിസ് ഓൺ എമൗണ്ടിങ് 9,500. അപ്പോൾ നിലവിലുള്ളൊരു ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ ഇത്രയാണ്. ഫർണിച്ചർ 6,000 ഉണ്ടായിരുന്നു. 15,000 രൂപ കടമായിട്ട് വൈഫിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 9,500 9,000 രൂപ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസം അവസാനം 9,000 രൂപ വെച്ച് പിൻവലിച്ചിട്ടുണ്ട് അല്ലേ. ഡ്രോവിങ്സ് ഇപ്പോൾ 9,000 × 900 ആണല്ലേ. 900 × 12 ഓരോ മാസവും പിൻവലിച്ചതല്ലേ. അപ്പോൾ അത്രയും ഡ്രോവിങ്സ് ഉണ്ട്. ഇനി അത് തുടക്കത്തിലുള്ള 1/1/2020 കാര്യങ്ങളാണ് അല്ലേ. പിന്നീട് നമുക്ക് 31/12 ക്ലോസിംഗ് ഡേറ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ക്യാഷ് ഹാൻഡ് എത്രയാണ്, ക്യാഷ് ബാങ്ക് എത്രയാണ്, ബിൽസ് റിസീവ്ഡ് എത്രയാണ്, ക്രെഡിറ്റേഴ്സ് എത്രയാണ്, സ്റ്റോക്ക് എത്രയാണ്. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 10% കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ അർജുൻ ഡ്യൂറിംഗ് 2020 അല്ലേ. 2020 അർജുൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് essay ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതായത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തരാത്തതുകൊണ്ട് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് 25,000, ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലോസിംഗ് ഡേറ്റിൽ വന്നപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ട എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിഗേഴ്സ് അത് ഉൾപ്പെടെ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ നിന്ന് മാറ്റം വരാത്ത ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് വരയ്ക്കണം. അത് ബാലൻസ് ഷീറ്റ് പോലെ തന്നെ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് 6,600 ഇവിടെ എഴുതി. ക്യാഷ് ഇൻ ബാങ്ക് 7,800 എഴുതി. അതൊക്കെ എവിടെയാണ്? ഇവിടെ കിടപ്പുണ്ടല്ലേ. ഇവിടെ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഡെപ്റ്റേഴ്സ് 14,400, സ്റ്റോക്ക് 20,400. ആ എമൗണ്ടുകളൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അസറ്റായിട്ട് എഴുതുക. ബിൽസ് റിസീവ്ഡ് 4,800. ക്രെഡിറ്റേഴ്സ് 1,500 പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 450 അല്ലേ. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 450. റെൻറ്റ് ഡ്യൂ അതാണ് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ലൈബിലിറ്റിയാണ്, ലൈബിലിറ്റി സൈഡിൽ എഴുതണം.
ലോൺ ഫ്രം വൈഫ് 15,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോൺ ഫ്രം വൈഫ് എത്രയാണ്? 15,000 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലോൺ ഫ്രം വൈഫ് എത്ര രൂപയാണ് ഇവിടെ നോക്കിയാൽ ഹി ബോറോവഡ് 15,000 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ലോൺ നമുക്ക് നിലവിലുണ്ട് എന്ന അർത്ഥത്തിൽ അത് നമ്മളിവിടെ കാണിക്കേണ്ടതാണ്. ഇനി ക്യാപിറ്റൽ ബാലൻസ് ഫിഗർ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഫർണിച്ചർ 6,000 ഇവിടെ ഉണ്ട് കേട്ടോ. അതോടെ എഴുതി കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കൂട്ടി നമുക്ക് അതുപോലെ വ്യത്യാസമാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ, അത് ലൈബിലിറ്റി സൈഡ് വരും അല്ലേ. ക്ലോസിംഗ് ക്യാപിറ്റലോടെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് തയ്യാറാക്കുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ആദ്യം എഴുതേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് അല്ലേ. ക്ലോസിംഗ് ക്യാപിറ്റലൊക്കെ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ 36,050 ഈ കണ്ടുപിടിച്ച ക്യാപിറ്റൽ അല്ലേ. ഇപ്പോൾ കണ്ടുപിടിച്ച ബാലൻസ് ഫിഗറായിട്ടുള്ള ക്യാപിറ്റൽ അത് എഴുതി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഡ്രോവിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു പർട്ടിക്കുലർ പെർഫോമയുണ്ട്. അതിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോവിങ്സ് ആഡ് ചെയ്തിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തിട്ട് ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ഡ്രോവിങ്സ് 900 × 12 10,800 ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് കുറയ്ക്കണം. ദെൻ അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റലാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ, 38,350. അതിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 26,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഈ ഡിപ്രീസിയേഷൻ പോലുള്ള ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ പോലുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? അത് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. 600 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 12,750 കിട്ടും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് നോക്കി കണ്ടു പഠിക്കുക. ഇനി ഇവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയിരിക്കുന്ന മാത്രമേ ഉള്ളൂ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയല്ലോ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എല്ലാം ഉണ്ട്. തന്നിരിക്കുന്ന ലൈബിലിറ്റിയിൽ അവിടെ എഴുതി അഫയർ ഫയൽ എഴുതി അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതോടെ വരാൻ കേട്ടോ. എസ് എ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതോടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതോടെ പഠിച്ചു വയ്ക്കുക. ഇനി മഞ്ജു ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇനി ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിനകത്ത് പ്രോറാറ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. 20,000 2 ലക്ഷം ഇക്വിറ്റി ഷെയറാണ്, 10 രൂപയുടെ അല്ലേ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 ലക്ഷം ₹2 lakhs എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് 2 lakhs ഇക്വിറ്റി ഷെയർസ് എന്നാണ്. അപ്പോൾ 2 lakhs × 10 അല്ലേ. അപ്പോൾ അത്രയും ഷെയർ ക്യാപിറ്റൽ വരും. 3 രൂപയാണ് ആപ്ലിക്കേഷൻ മണി, 2 രൂപയാണ് അലോട്ട്മെൻറ്റ്, 2 രൂപ ഫസ്റ്റ് കോൾ, 3 on ഫൈനൽ കോൾ അല്ലേ. പാർവാലി തന്നെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കമ്പനി റിസീവ്സ് ആപ്ലിക്കേഷൻ ഫോർ ₹2,40,000 ഷെയർസ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലക്ഷം ഷെയറുകൾ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് ആപ്ലിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് 2,40,000 അപ്പോൾ എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയറുകൾ, എത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ, ആ ഷെയറിൻ്റെ എണ്ണം എത്രയാണ്, അത് നമ്മൾ നോക്കണം അല്ലേ. നോക്കിയിട്ട് ഇത് ഓവർ സബ്സ്ക്രിപ്ഷനാണോ അണ്ടർ സബ്സ്ക്രിപ്ഷനാണോ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതലാണ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നമുക്കതിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയും പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഈ കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് അലോസ് ആപ്ലിക്കേഷൻ ഫോർ ₹1 lakh ഷെയർസ് ഇൻ ഫുൾ. അത് 2,40,000 ഷെയർ അപ്ലൈ ചെയ്ത മൊത്തം ആളുകളിൽ 1 ലക്ഷം അപ്ലൈ ചെയ്ത ആളുകൾക്ക് അവർക്ക് പൂർണ്ണമായിട്ടും ഫുൾ 1 ലക്ഷം ഷെയറും കൊടുത്തു. ദോസ് ഫോർ 1,20,000 ഷെയർസ് 1 lakh ഷെയർസ്, അതായത് 1,20,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 ലക്ഷം ഷെയറും കൊടുത്തു അല്ലേ. അപ്പോൾ മൊത്തം എത്ര ഷെയറായി? 2 ലക്ഷം ഷെയറും തീർന്നു അല്ലേ. മൊത്തം 2 ലക്ഷം ഷെയറാണ് ഉണ്ടായിരുന്നത്. അതിൽ മൊത്തം 2,40,000 ആപ്ലിക്കേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് കമ്പനി അത് ഡീൽ ചെയ്തത്? 1 ലക്ഷം ഷെയർ അപ്ലൈ ചെയ്തവല്ലേ, 2,40,000 1 ലക്ഷം ഷെയർ അപ്ലൈ ചെയ്തവർക്ക് മൊത്തം 1 ലക്ഷം ഷെയർ കൊടുത്തു. ദെൻ ബാക്കിയുള്ളതിൽ 1,20,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 ലക്ഷം ഷെയർ കൊടുത്തു അല്ലേ. അപ്പോൾ മൊത്തം 2,20,000 ഷെയറുകൾ നമ്മൾ ഡീൽ ചെയ്തു. മൊത്തം 2 ലക്ഷം ഷെയർ നമ്മുടെ കയ്യിൽ നിന്ന് തീരുകയും ചെയ്തു അല്ലേ. ബാക്കി എത്ര ഷെയറുകൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് 20,000 ഷെയർ ഉണ്ടല്ലേ. ആ 20,000 ഷെയർ നമ്മൾ റിജക്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ തിരികെ കൊടുക്കണം, ഫുള്ളായിട്ട് തിരികെ കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇവിടെയാണ്. 1 lakh ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1,20,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 lakh ഷെയർ നമ്മൾ കൊടുത്തുള്ളൂ അല്ലേ. അപ്പോൾ അവിടെയാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഈ 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യണം. അതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് 1 ഷെയർ ഹോൾഡർ ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ മണി. ഫസ്റ്റ് കോൾ മണി 6,000 ഫസ്റ്റ് കോൾ മണി 6,000 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ മണി ഒരാൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഷീ പെയ്ഡ് വിത്ത് ഫൈനൽ കോൾ. 6,000 ഫസ്റ്റ് കോൾ മണി ഫൈനൽ കോളിൻ്റെ ഒപ്പം അടച്ചു അല്ലേ, പിന്നീട് അടച്ചു. അനദർ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 2,000 ഷെയർസ് ഡിഡ് നോട്ട് പേ ദ ഫൈനൽ കോൾ മണി. ഈ 2,000 ഷെയർ കൈവശം വെച്ച മറ്റൊരാൾ ഫൈനൽ കോൾ മണി അടച്ചിട്ടില്ല അല്ലേ.
അത് ടിൽ ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ അത് കോൾസ് ഇൻ എരിയറായിട്ട് തന്നെ അത് കിടക്കുന്നു. അപ്പോൾ ഇവിടെ കോൾസ് ഇൻ എരിയർ 2 കേസും കോൾസ് ഇൻ എരിയറാണ്. അതും പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഫുൾ പ്രോബ്ലംസ് ഇതേ രീതിയിൽ തന്നെ വരണമെന്നില്ല, പല രീതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം അതിൻ്റെയൊക്കെ ഒരു ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ തമ്പനിയിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അത് ഇടയ്ക്ക് നോക്കിയിട്ട് അതുകൂടെ കണ്ടുപഠിച്ചോളൂ കേട്ടോ. ഇതേ രീതിയിലുള്ള പ്രോബ്ലം നിങ്ങൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ട. ചിലപ്പോൾ ഇത് തന്നെ വരാം, അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റ് പ്രോബ്ലംസ് വരാം കേട്ടോ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുക. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതാണ് അല്ലേ. അതായത് മൊത്തം ഷെയർ എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്? നമ്മൾ 2 ലക്ഷം ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി കിട്ടിയത് 2,40,000 അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി കിട്ടിയതായിട്ട് നമ്മൾ 2,40,000 ഇൻറ്റു 3 രൂപയാണ് ആപ്ലിക്കേഷൻ മണി അല്ലേ. അത്രയും രൂപ തന്നെ നമ്മൾ എഴുതി വെക്കണം. 2,40,000 ഇൻറ്റു 3 7,20,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ എത്രയാണ്? ഇനി നമുക്ക് ആപ്ലിക്കേഷൻ മണി നമ്മൾ എത്രയാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. 2 ലക്ഷം ഷെയറല്ലേ ഉള്ളൂ. 2 ലക്ഷം ഇൻറ്റു 3 7,20,000. അത് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ഷെയറുകൾ റിജക്റ്റ് ചെയ്തില്ലേ ടു ബാങ്ക്. ആപ്ലിക്കേഷൻ മണി 20,000 ഷെയറിന് നമ്മൾ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ 20,000 ഇൻറ്റു 3 തിരികെ കൊടുക്കുന്നു. ബാക്കിയുള്ള എമൗണ്ട്, അതായത് 1 ലക്ഷം അപ്ലൈ ചെയ്തവർക്ക് 1,20,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 20,000 ഷെയറിൽ 1 ലക്ഷം ഷെയറിലേ കൊടുത്തുള്ളൂ. അപ്പോൾ 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടല്ലേ. അത് നമ്മൾ ആപ്ലിക്കേഷൻ ഷെയർ അലോട്ട്മെൻറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 20,000 ഇൻറ്റു 3 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 2,40,000 ഇൻറ്റു 3 7,20,000 ഇവിടെ വരും. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എപ്പോഴും എത്ര ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ മണി മാത്രം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ റിജക്റ്റ് ചെയ്ത 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണി തിരികെ കൊടുക്കുക ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഭാഗമായിട്ട് 1,20,000 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 ലക്ഷം ഷെയർ കൊടുത്തുള്ളൂ. അപ്പോൾ 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണി നമ്മുടെ കൈവശം എക്സസ് ആയിട്ടുണ്ട്, അധികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ എഴുതി വയ്ക്കും. ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് മണി അത്രയും കുറച്ച് തന്നാൽ മതി. പിന്നീട് അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പോൾ ഇത്രയും കുറച്ച് 60,000 കുറച്ചിട്ട് ബാക്കിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ടുകൾ നമ്മളിവിടെ എഴുതി വയ്ക്കുന്നു. ടു ബാങ്ക് 60,000, ടു ഷെയർ അലോട്ട്മെൻറ്റും 60,000 അല്ലേ. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പോൾ ആ ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നതാണ് നമ്മൾ അടുത്ത് എഴുതുന്നത്. ഷെയർ അലോട്ട്മെൻറ്റ് സാധാരണ പോലെ 20,000 2 ലക്ഷം ഇൻറ്റു 2 4 ലക്ഷം ഡ്യൂ ആകുന്നതായിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നു. പക്ഷേ കിട്ടുമ്പോൾ എത്ര കിട്ടുള്ളൂ? ഈ ഒരു 60,000 രൂപ നമ്മൾ ആദ്യം ഷെയർ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ. ഇപ്പോൾ 3,40,000 കിട്ടുന്നതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ അലോട്ട്മെൻറ്റ് 3,40,000 കിട്ടുന്നതായിട്ട് എഴുതി വയ്ക്കുന്നു. ഇനി അടുത്ത ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നതാണ്. 2 ലക്ഷം ഇൻറ്റു 2 3,40,000 കിട്ടാനുള്ളതായിട്ട് 2 ലക്ഷം 2 4 ലക്ഷമാണ് അല്ലേ. 4 ലക്ഷം കിട്ടാനുള്ള ഇതാണ് എമൗണ്ട് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം അല്ലേ. ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് ഡ്യൂ ആവുന്നതായിട്ട് നമ്മൾ എഴുതി വെച്ചു. ഇനി ക്യാഷ് കിട്ടുമ്പോൾ അവിടെ ഫസ്റ്റ് കോൾ എമൗണ്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഒരു കോൾസിന് അരിയർ ഉണ്ടല്ലേ. ഫസ്റ്റ് കോൾ എമൗണ്ട് 6,000 ഷെയർ കൈവശം വെച്ച ആൾ അത് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 6,000 ഷെയറിൻ്റെ എമൗണ്ട് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്ര എന്ന് പറഞ്ഞുകൊണ്ട് 1,96,000 ഷെയറിൻ്റെ 2 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നതായിട്ട് എഴുതണം. കോൾസിൻ എറിയർ എഴുതണം. കോൾസിൻ എറിയർ ഡെബിറ്റ് വരും 6,000 ഇൻറ്റു 2 അല്ലേ. 6,000 ഷെയറിൻ്റെയാണ് നമുക്ക് കോൾസിൻ എറിയർ ഫസ്റ്റ് കോൾ മണി കിട്ടാത്തത്. അപ്പോൾ 6,000 ഇൻറ്റു 2 നമുക്ക് വരുന്നുണ്ട് 12,000 വരുന്നുണ്ട് കേട്ടോ. 6,000 2 12,000. ഓക്കെ, ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിന് എഴുതണം 4 ലക്ഷം. ഇനി ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന കാര്യമാണ്. ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ 2 ലക്ഷം ഇൻറ്റു 3 ടു ഷെയർ ക്യാപിറ്റൽ. ഫൈനൽ കോൾ മണി കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നു. പക്ഷേ കിട്ടുന്നത് എത്രയേ ഉള്ളൂ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് 1,98,000 ഇൻറ്റു 3 കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫൈനൽ കോൾ മണിക്കൊപ്പം നമ്മൾ പഴയ കോൾസിൻ എറിയർ കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ കോൾസിൻ എറിയർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസിൻ എറിയർ അറേസ് ഓൺ ഫസ്റ്റ് കോൾ റിസീവ്ഡ്. അപ്പോൾ എത്രയായിരുന്നു നമുക്ക് അരിയസ് വന്നിരിക്കുന്നത്? കോൾസിൻ എറിയർ 6,000 ഇൻറ്റു 2 അല്ലേ. ഇപ്പോൾ 12,000 രൂപയാണ് കേട്ടോ. 12,000 രൂപ കോൾസിൻ എറിയർ അത് കിട്ടുന്നതായിട്ട് നമ്മൾ എഴുതണം. ഇനി ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ ഡ്യൂ ആയത് നമ്മൾ എഴുതി. കിട്ടുമ്പോൾ ഒരു 2,000 ഷെയറിൻ്റെ എത്ര ഷെയറിൻ്റെയാണ്? 2,000 ഷെയറിൻ്റെ ഫൈനൽ കോൾ മണി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2,000 ഷെയറിൻ്റെ ഫൈനൽ കോൾ മണി നമ്മൾ കുറച്ചിട്ട് അത് നമ്മളിവിടെ കിട്ടുന്നതായിട്ട് എഴുതരുത്. ബാങ്ക് അക്കൗണ്ട് എത്ര 1,98,000 അത് മാത്രമേ കിട്ടുന്നുള്ളൂ. 5,94,000. കോൾസിൻ എരിയർ ഉണ്ട് അല്ലേ. 6,000 വരും. 2,000 ഇൻറ്റു 3 ടു ഷെയർ ഫൈനൽ കോൾ 2 ലക്ഷം ഇൻറ്റു 3 6 ലക്ഷം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ഏരിയയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എസ് എന്ന് പറയുന്നത് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസ് വരാം. ആദ്യം പറഞ്ഞ പോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു പ്രോബ്ലം വരാം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തിയറി ക്വസ്റ്റ്യൻ വരാം. മിക്കവാറും അത് IFRS ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഷെയറോ ഡിബഞ്ചറോ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ആയിരിക്കാം.
അപ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്തരത്തിലുള്ള പിന്നെ ഈ ഒരു സിംഗിൾ എൻട്രി അതുമായിട്ട് ബന്ധപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അത് ഷോർട്ട് എസ്സേ ആയിട്ട് എസ്സേ ആയിട്ടും എല്ലാം ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത് ഫോളോവിങ് ആർ ദി ബാലൻസ് ഓഫ് ആദർശ് ലിമിറ്റഡ്. അത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് കേട്ടോ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 പ്രോബ്ലംസ് ഈ എസ്സേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു തമ്പനയിലെല്ലാം ഞാനിവിടെ ഇട്ടേക്കാം. നിങ്ങളത് നോക്കി ചെയ്തിട്ട് ഈ ഒരു അതിൻ്റെ ആദ്യം ഒരു 5 ക്ലാസ്സോ മറ്റോ ചെയ്തിരിക്കുന്നത് 5 അല്ലെങ്കിൽ 6 ക്ലാസ് ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതെന്നുള്ള ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ പ്രോബ്ലംസും ഉണ്ട്. ഇതേ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇൻകം ടാക്സ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, അതൊക്കെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോബ്ലമാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിൽ പുതിയ രീതിക്ക് അനുസരിച്ചുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെയാണ് എഴുതേണ്ടത് അല്ലേ. പഴയ രീതിയിൽ ഉള്ള അല്ല, പുതിയ രീതിക്ക് അനുസരിച്ചുള്ള വെർട്ടിക്കലായിട്ടുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു തമ്പനയിൽ അതോടെ കാണിച്ചേക്കാം. അപ്പം അത് നോക്കിയിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. ഈ പ്രോബ്ലം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് സമയം ഒരുപാട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സമയം പോലെ കണ്ടിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരു IFRS ബന്ധപ്പെട്ട ഒരു മറ്റൊരു എൻ്റെ ആൻസറോടൊന്ന് കാണിച്ചേക്കാം കേട്ടോ. നിങ്ങൾ ആൻസറിന് സ്ക്രീൻഷോട്ട് എടുക്കുക, ചെയ്ത് നോക്കിയിട്ട് നോക്കിയേക്കുക. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഇൻകം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആദ്യം എഴുതിയിട്ടുണ്ട്. അതിന് ടോട്ടൽ റവന്യൂ കിട്ടി, പിന്നെ എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയോ ചെയ്യുക കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ടുള്ളത് നോക്കിയത്. പിന്നെ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ വെർട്ടിക്കൽ ഫോർമാറ്റിലായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. അസറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ 2 പഴയ രീതിക്കല്ല എഴുതേണ്ടത്. അവർക്ക് അങ്ങനെ എഴുതിയാൽ ഇതേ ഫോർമാറ്റിൽ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ IFRS ബന്ധപ്പെട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് IFRS ആയിരുന്നു കേട്ടോ. IFRS ബന്ധപ്പെട്ട് നമ്മൾ 3ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തിയറി എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ തിയറി നിങ്ങൾക്ക് അത് പഠിച്ചെഴുതാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതും നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് വരാനിരിക്കുന്ന എക്സാമിനേഷന് എന്തൊക്കെ എഴുതണമെന്ന് ഏകദേശം ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനായിട്ട് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക്